ഹലോ എവരിവൺ, നമ്മളിന്ന് വീണ്ടും CUETയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിലെ IHRD കോളേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ CUETയുടെ 2ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എക്സാമിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പ്രെപ്വൈസിൽ നിന്നും ഞാൻ അർഷദ് നിഹാൽ, എൻ്റെ കൂടെ ഷാക്കിർ സാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ്, എന്താണ് പേര്? മുഹമ്മദ്. എവിടുന്നാണ്? മാവൂര്. ഇപ്പോൾ CUET എഴുതാൻ വന്നല്ലേ? ഏതാണ് എക്സാം എഴുതുന്നത്? ബിസിനസ് സ്റ്റഡീസ് ആണ്. മെയിനായിട്ട് ബിസിനസ് സ്റ്റഡീസ് ആണ്. അല്ല, അക്കൗണ്ടൻസിയും മറ്റേത് എക്കണോമിക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബിസിനസ്സും ഡൊമൈനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഫേസ് ഇവിടുന്നാണ്. എന്താ പേര്? റിഫ. ഓക്കെ. ഏത് എക്സാം ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്? ഇന്ന് ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ്. ഇയാള് നമ്മുടെ സെക്ഷൻ 1 ഇംഗ്ലീഷും സെക്ഷൻ 3 എഴുതുന്നുണ്ടോ? സെക്ഷൻ 1 എഴുതുന്നുണ്ട്, 3 എഴുതുന്നില്ല അല്ലേ? ഇപ്പോൾ ഡൊമൈൻ ടെസ്റ്റ് 3 ഡൊമൈനുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ എക്സാം എഴുതാൻ പോവാണല്ലേ? അപ്പോൾ എക്സാം സെൻറ്ററിൽ നേരത്തെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് IHRDയിലാണ് ബിസിനസ് സ്റ്റഡീസ് ഉള്ളത്. ബാക്കി ഡൊമൈനുകളൊക്കെ എവിടെയാണ്? എനിക്ക് ബാക്കി ഡൊമൈൻ പാലക്കാടാണ് കിട്ടിയത്. ഞാൻ മലപ്പുറം കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയത് പാലക്കാടാണ്. അപ്പോൾ അതിനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേ. ഇനിയിപ്പോൾ അതിന് റെഡി ആയിക്കാം. അതെന്ന് എക്സാം? അത് എനിക്ക് 19th. ആ, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. എന്താണ് പേര്? അഞ്ജലി. ഇപ്പോൾ ജനറൽ ടെസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് കൊണ്ട് തോന്നുന്നു കുറച്ചും കൂടി ടൈം മാനേജ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ കുഴപ്പമുണ്ടായില്ല. ഓക്കെ. അഞ്ജലി, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടാവും, ഈസി തന്നെയായിരുന്നു. ഏതൊക്കെ എക്സാം എഴുതിയെന്ന്? ഞാൻ ഇന്നോ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും എക്കണോമിക്സും ഹിസ്റ്ററി. ഓക്കെ. എങ്ങനെ ജനറൽ സ്റ്റഡീസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ടഫ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പഠിച്ചത് ഏകദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്ഷൻ 1 ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഈസി ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി. പിന്നെ ഡൊമൈൻ ഏതെടുത്തത്? എക്കണോമിക്സ്. ഓക്കെ. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷും ഈസി ഒക്കെ തന്നെയായിരുന്നു. എൻ്റെ പേര് മഹാദേവൻ. ഏതൊക്കെ എക്സാം എഴുതിയെന്ന്? എക്കണോമിക്സ്, ഹിസ്റ്ററി, ജനറൽ. ഇംഗ്ലീഷ് എഴുതിയില്ല? ഇംഗ്ലീഷ് എഴുതി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. ജനറൽ സ്റ്റഡീസോ? ജനറൽ ഇച്ചിരി ടഫായിരുന്നു. ഇന്ന് ഏതൊക്കെ എഴുതി? ഡൊമൈനിൽ ഏതൊക്കെ എഴുതിയുള്ള? ഞാൻ ഹിസ്റ്ററി എക്കണോമിക്സും. ഹിസ്റ്ററി എക്കണോമിക്സ് അല്ലേ? അത് NCET ബേസ്ഡ് ആയിരുന്നോ ക്വസ്റ്റ്യൻസ് വന്നത്? ഫുൾ NCET ബേസ്ഡ്. എന്താണ് പേര്? പുണ്യ. സോറി, പുണ്യ. ഇന്ന് ഏതൊക്കെ എക്സാം എഴുതി? എക്കണോമിക്സ്, ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ്. എങ്ങനെ ഉണ്ടായിരുന്നു? ജനറൽ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പേര്? അബ്ദുൽ ബാസിത്ത്. ഏതൊക്കെ എക്സാം എഴുതിയെന്ന്? ഇന്ന് ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്. അനുപ്രിയ. എവിടെ സ്ഥലം? പൂക്കാട്. ഓക്കെ. അപ്പോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. ഏതൊക്കെ എക്സാം എഴുതിയെന്ന്? ഞാൻ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജനറൽ. പിന്നെ എക്കണോമിക്സ് NCET ബേസ്ഡ് ആണോ ഫുള്ള് വന്നത്? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ജനറൽ എക്സാം? ജനറൽ ടെസ്റ്റ് കുഴപ്പമില്ല, എന്നാലും കൂട്ടത്തിൽ ടഫായി. ജനറൽ ടെസ്റ്റാണ്. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് കുറച്ച് ടഫായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്കണോമിക്സ് കുഴപ്പമില്ല, ഫുൾ NCET ബേസ്ഡ് ആവുന്നേ? അതെ. പൊളിറ്റിക്കൽ സയൻസ് അത്യാവശ്യം സിമ്പിളായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ. പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ അതുപോലെ ബാക്കി സബ്ജക്റ്റ് നമ്മുടെ പ്രെപ്വൈസിന്റെ വീഡിയോസ് കണ്ടിരുന്നു. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു? അത് സാറിന്റെ വീഡിയോസ് ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിച്ചതിന് വളരെ നന്ദി. ഇനി ഏത് കോളേജിലാണ് പഠിക്കണം എന്ന് ആഗ്രഹം? ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എക്സാം ഒന്നുമില്ലല്ലോ, കഴിഞ്ഞില്ല, മൊത്തത്തിൽ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇയാൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ കിട്ടട്ടെ. സീ യു. മാത്സ് 10 ക്വസ്റ്റിനുള്ളൂ. ഏകദേശം ജനറൽ ടെസ്റ്റിൽ റീസണിങ്ങോ? ജനറൽ ടെസ്റ്റിൽ ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? 70 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മാത്സ് റീസണിങ്ങോ അല്ലാതെ ബാക്കി ജീവിക്കായിരുന്നു. ജനറൽ നോളജും സിഇഒന്റെ പേരൊക്കെ, ബാങ്ക് സിഇഒന്റെ പേര്, അല്ലെങ്കിൽ ഈ ഡേറ്റിന് എന്താ സ്പെഷ്യാലിറ്റി, അങ്ങനെയൊക്കെ. ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചറിന്റെ CEO ആരായിരുന്നു?
അതുപോലെ തന്നെ ശ്രീലങ്കന്റെ പ്രസിഡന്റ്, അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഏതിന്റെ സിഒ ആണ് മെയിൻ ആയിട്ട് ബാങ്കിന്റെ ഒക്കെ. ബാങ്കിന്റെ? ഓക്കെ. പിന്നെ ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏതൊക്കെ എഴുതിയത്? സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. കാരണം ഭയങ്കര വൈഡായിരുന്നു. NCET എന്നല്ലേ പുള്ളി ചോദിച്ചത്? NCET ആണ്, പക്ഷെ ഭയങ്കര ഡീപ്പായിട്ടാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് സിമ്പിൾ ആയിരുന്നു. ജനറൽ ടെസ്റ്റോ? കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, എന്നാലും എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കേ. ഏത് ഭാഗമായിരുന്നു ടഫായിട്ട് തോന്നിയത്? മാത്സ്. അപ്പോൾ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിരുന്നു? കുഴപ്പമില്ലാണ്ട്. കുറെ പേര് പറയുന്നുണ്ട്. അപ്പോൾ മാത്സിൽ ഏത് ടോപ്പിക് സ്പെസിഫൈ ചെയ്തിട്ട് അറിയോ? ഏത് ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല, ബട്ട് CBSE 10th ആ ഒരു ബേസ് തന്നെയാണ് സംഭവം. ഓക്കെ, NTന്റെ എല്ലാ ബേസിലും മാത്സ് 10th വരെയുള്ള ബേസിക്സ് വെച്ചിട്ട് മാത്രമേ ചോദിക്കലുള്ളൂ. പക്ഷേ ചില എക്സാമിന് ചില ടോപ്പിക് സ്പെസിഫൈ ചെയ്തിട്ട് കുറച്ച് സ്ട്രെസ് കൊടുക്കാറുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട്. താങ്ക് യു. അപ്പോൾ ഏത് കോളേജിൽ പഠിക്കാൻ ആഗ്രഹം? നമ്മളെ ഹൈദരാബാദിലാണ് പഠിക്കേണ്ടത്. ഏത് കോഴ്സാണ് ഓപ്റ്റ് ചെയ്യുന്നത്? എക്കണോമിക്സ് അല്ലേ? അപ്പോൾ പ്രപ്പോയ്സ് ചാനൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ? കണ്ടിട്ട്. അപ്പോൾ പ്രപ്പോയ്സ് ചാനൽ എന്തെങ്കിലും കോണ്ടന്റ് ഉപയോഗിച്ചിരുന്നോ? യൂസ് ചെയ്തിരുന്നോ? മറ്റേ ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇയാൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ കിട്ടട്ടെ. ഓക്കെ. പിന്നെ ഡൊമൈൻ ഏതൊക്കെ എഴുതിയത്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഡൊമൈൻ എഴുതിയിട്ടില്ല, ഹിന്ദി ആയിട്ടുള്ള. ഹിന്ദി എഴുതിയുള്ള? ഓക്കെ. ഡൊമൈൻ ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അക്കൗണ്ടൻസി ഏതൊക്കെ എഴുതിയെന്ന് പറഞ്ഞ്? അതാണ് നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ. അക്കൗണ്ടൻസി എക്കണോമിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഈസി ആയിരുന്നു. ഓക്കെ. NCET ബേസ്ഡ് ആയിരുന്നു വന്നേ? അധികം, പക്ഷെ കുറച്ച് പുറത്തുനിന്ന് വന്നിക്കേ. എന്താ പേര്? ആസിൽ. ഓക്കെ, CUET എക്സാം ചെയ്താൽ വന്നതാണല്ലേ? അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഡൊമൈൻ ടെസ്റ്റ് ചെയ്തത്? അക്കൗണ്ടൻസി, പിന്നെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, പിന്നെ ജനറൽ ടെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പൊതുവെ? കുഴപ്പമില്ല. ഓക്കെ. ഇയാളെ പേര്? പേര്? സ്വാതി. എക്സാം ഇന്ന് ഏതൊക്കെ എക്സാം എഴുതി? ജനറൽ ടെസ്റ്റ് എഴുതി, ഇംഗ്ലീഷ് എഴുതി. ഡൊമൈൻ ഏതാ എഴുതിയത്? ബിസിനസ് എഴുതി. എക്കണോമിക്സ്. ഇയാൾ എക്കണോമിക്സ് എഴുതി. പ്രപ്പോയ്സ് ചാനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ എക്സാമിന് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അത് ഞാൻ ചാനലിലല്ല ക്ലാസ് കണ്ടത്, എന്നാലും അപ്ഡേഷന് വേണ്ടി ഞാൻ നോക്കലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പ്രപ്പോയ്സിന്റെ ചാനലിൽ നോക്കിയിരുന്നത്. എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് കാര്യമായിട്ട് നോക്കിയിരുന്നത് അല്ലേ? ജനറൽ ടെസ്റ്റ് ഈസി ആയിരുന്നോ? ഇംഗ്ലീഷിന്റെ ജനറൽ ടെസ്റ്റ് ഈസി ആയിരുന്നു, പക്ഷേ ടൈം കിട്ടി. ബാക്കിയുള്ള സബ്ജക്ട് മാത്സും അതുപോലെ തന്നെ റീസണിംഗ് ഒക്കെ? മാത്സ് ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ എക്സാം മൊത്തം കഴിഞ്ഞോ? ഇനിയൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ ഓവറോൾ എളുപ്പമായിരുന്നു. പഠിച്ചത് പ്രിപ്പറേഷനൊക്കെ അനുസരിച്ചാണോ വന്നത്? NCET തന്നെയാണോ വന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ? ഡൊമൈന് എക്കണോമിക്സ് മെയിൻ NCET ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ആഗ്രഹം? അങ്ങനല്ല, നല്ല ഏതെങ്കിലും നല്ല എക്സ്പോഷർ കിട്ടണ ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റി കിട്ടിയാൽ താല്പര്യം. നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടോ പ്രപ്പോയ്സ്? കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബറാണ്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വിജയിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഓരോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്റ്റ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ജനറൽ ടെസ്റ്റ് മാത്രമേ കുറച്ച് ജനറൽ ടെസ്റ്റ് ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു. പിന്നെ ജനറൽ ടെസ്റ്റ് ആണ് ടഫായിട്ട് വന്നത്. ജനറൽ ടെസ്റ്റിൽ ഏത് സെക്ഷനാണ് ടഫായിട്ട് തോന്നിയത്? ലോജിക്കൽ റീസണിംഗ് ആഗ്രഹം? ഞങ്ങൾക്ക് ഡൽഹിയിൽ ഏരിയയിലല്ലേ. അപ്പോൾ ഓവറോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജ്? അങ്ങനെ ഡിസൈഡ് ചെയ്യില്ല. എക്കണോമിക്സിനാണ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏത് കോളേജ് കിട്ടണമെന്ന് ആഗ്രഹം? ദേവഗിരി. ഡൽഹി യൂണിവേഴ്സിറ്റി. ഓക്കെ. ഏത് കോളേജാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആഗ്രഹം ഉണ്ടോ? ഇല്ല, എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നല്ലേ? ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി. അപ്പോൾ ഏത് കോളേജിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഡൽഹി കിട്ടണം എന്നാണ് ആഗ്രഹം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോളേജ് സ്പെസിഫിക്കലി? ശ്രീറാം SRCC കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇയാൾക്ക് ആഗ്രഹമുള്ള കോളേജിൽ തന്നെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി. ഏത് കോളേജ് പഠിക്കണം എന്ന് ആഗ്രഹം? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി അല്ലേ? ഓക്കെ. അപ്പോൾ
മൊത്തം എക്സാമുകൾ കഴിഞ്ഞു. പ്രിപ്പറേഷൻ ചാനൽ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ നമ്മൾ കോണ്ടന്റ് ഹെൽപ്പ് ചെയ്തിരുന്നു എക്സാമിന്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇയാൾക്ക് ആഗ്രഹമുള്ള കോളേജിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി. പിന്നെ പ്രിപ്വൈസ് ചാനൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ? ഞാൻ അത് അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാറുണ്ടായിരുന്നു. എല്ലാതും കിട്ടിയില്ലല്ലോ, അതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫീസ് അടക്കണ്ടേ, അങ്ങനെ അല്ലാതെ ചിലതൊക്കെ കണ്ടു. യൂട്യൂബിലുള്ള കോണ്ടന്റ് മൊത്തം കണ്ടില്ല? യൂട്യൂബിൽ നമ്മൾ NTA ഒക്കെ ഹിസ്റ്ററിന്റെയും ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ അതെ. അപ്പൊ ഏത് കോളേജിൽ പഠിക്കണം ആഗ്രഹം? ഞാൻ പാലക്കാടാണ്, അവിടെ വല്ല കോളേജിലും കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയോ ഹൈദരാബാദ് അങ്ങനെ എവിടെയൊക്കെ. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞു മൊത്തത്തിൽ? കഴിഞ്ഞു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ല മഴയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.